ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ജുറാസിക് വേൾഡ് റീബർത്ത് കണ്ടു. എ ഫെയർ പ്രിറ്റി ഗുഡ് ഇംപ്രൂവ്മെന്റ് ഓവർ ദ പ്രീവിയസ് വൺ. അതാണ് ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ജുറാസിക് വേൾഡിന്റെ റീബൂട്ട് എന്ന് കരുതി അതീവ ഗംഭീരമെന്നോ എക്സ്ട്രാ ഓർഡിനറി എന്നോ അഭിപ്രായമില്ല. തൊട്ടു മുമ്പ് വന്ന സീക്വലിനെക്കാട്ടും ഫാർ ബെറ്റർ. എന്നാലും ഒറിജിനലിന്റെയോ ഇപ്പോൾ 2015 ഇറങ്ങിയ ജുറാസിക് വേൾഡിന്റെയോ ആ ഒരു ലെവലിലേക്ക് എത്താനും പറ്റിയിട്ടില്ല. എന്നാലും ഇത് അത്യാവശ്യം നല്ല ചില വർത്തി മൊമെന്റ്സ് ഉള്ള, കുറച്ച് പോരായ്മകളുള്ള, നല്ല VFX ഉള്ള, അത്യാവശ്യം നൈസ് നല്ലൊരു 3D കാണാൻ പറ്റിയ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡീസന്റ് എൻട്രി എന്ന് പറയില്ലേ ജുറാസിക് വേൾഡിലേക്ക്. കുറെ സ്കോപ്പ് ഇനിയും അവർ അവസാനിപ്പിച്ചിട്ടാണ് നിർത്തുന്നത്. ഈ സീരീസ് ഡയറക്ട് ചെയ്തേക്കുന്നത് ഗാരത്ത് എഡ്വേർഡ് ആണ്. ക്രിയേറ്ററൊക്കെ പടം എടുത്ത ആള്. ഡേവിഡ് ഗംബാണ് അതിന്റെ റൈറ്റർ. ഇത് ജുറാസിക് വേൾഡ് ഡൊമിനിയൻ എവിടെ നിർത്തിയോ അതേ വേൾഡിലാണ് കഥ നടക്കണമെങ്കിലും അതിലത്തെ ആരും തന്നെ ഇതിലേക്ക് വരുന്നില്ല. എൻറ്റയർലി ന്യൂ കാസ്റ്റ് ആണ് വരുന്നത്. അതിനെ ലീഡ് ചെയ്യണത് നമ്മുടെ സ്വന്തം സ്കാർലെറ്റ് ജോഹാൻസൺ ആണ്. പിന്നെ മാർഷ ഹെല്ലി, പിന്നെ ജോനാഥൻ ബെയ്ലി, അങ്ങനെ കുറച്ച് പുതിയ ആൾക്കാർ ഇതിലുണ്ട്. അവരുടെ കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ വന്നിരിക്കുന്നത്. സ്കാർലെറ്റ് ജോഹാൻസൺ തീർച്ചയായിട്ടും ഒരു ബോണസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ഈ പടത്തിന്റെ ഒരു ചെറിയ പോരായ്മ പറയാനാണെങ്കിൽ ഇവർ ഇതിന്റെ ടോൺ എന്ന് പറയുന്നത് ഒരു സർവൈവൽ മൂവി പോലെയാണ് എടുത്തേക്കുന്നത്. അല്ലാണ്ട് ഒരു പക്ക കംപ്ലീറ്റ് ഫുള്ളി പാക്ഡ് ഡൈനോസർ ആക്ഷൻ മൂവി അല്ല. അത് പ്രതീക്ഷിച്ചിട്ടാണ് കുറെ പേര് വരുന്നെങ്കിൽ നിങ്ങൾക്ക് നിരാശ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഡിഫറെന്റ് ഒരു നൈസ് ഒരു ഡൈനോസർ മൂവിയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചെങ്കിൽ ജുറാസിക് വേൾഡ് റീബർത്ത് നിങ്ങൾക്കൊരു നല്ല വാച്ചായിരിക്കും. അതിനുള്ള അത്യാവശ്യം നല്ല സീൻസ് ഈ പടത്തിലുണ്ട്. ടീറക്സിന്റെ ഒരു സീന്, ഒരൊറ്റ സീനാണ് ടീറക്സ് വരുന്നത്. അത് നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ട് എന്താ പറയാ, സ്കെയറി എന്താ പറയാ ഒരു നല്ലൊരു രസത്തിൽ അത് വന്നിട്ടുണ്ട്. പക്ഷെ ടീറക്സിന് ആ ഒരു സീനേ ഉള്ളൂ എന്നുള്ളതും ഒരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നാം. കാരണം എല്ലാവരുടെയും ഫാൻ ഫേവറേറ്റ് സാധനമാണ് ടീറക്സ്. അപ്പൊ അത് കൂടുതൽ ആളുകൾ പ്രതീക്ഷിച്ചു പോയി. പിന്നെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഒക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതിലൊരു സർവൈവൽ മോഡിൽ ടെൻഷനാണ് തരുന്നത്. ആ ടെൻഷനും ത്രില്സും ചിൽസും തരണേല് മേക്കിങ്ങും മ്യൂസിക്കും ആ ആൾക്കാരുടെ പെർഫോമൻസും എല്ലാതും ഒത്തു വന്നിട്ടുണ്ട് കേട്ടോ. അതാ പറയുന്നത്, അത്യാവശ്യം നീറ്റായിട്ട് എടുത്ത നല്ലൊരു ഡീസന്റ് റീബൂട്ട്. ഇനി ഫ്യൂച്ചറിലേക്ക് നല്ല സ്കോപ്പോടെ അവർ നിർത്തുന്നു. ആ ഒരു മൈൻഡ് സെറ്റിൽ പോയിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് അത്യാവശ്യം നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു വാച്ചായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.